ഹലോ മച്ചാന്മാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ഒരു പുതിയൊരു സൈറ്റാണ്. ഇവിടെ നമ്മൾ ഇന്നലെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് വരുമ്പോൾ 4 ബാത്റൂമാണ് ഉള്ളത്. ഇത് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ്. നമുക്ക് ഇവിടെയാണ് വാഷ് ബേസിൻ്റെ പോയിന്റ് നമ്മൾ അടിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ സെൻറ്ററാണ് ക്ലോസറ്റ് വരുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് ടാങ്ക് കൺസീലാക്കിയിട്ട് ലെഡ്ജർ വാൾ കെട്ടിയാണ് എടുക്കുന്നത്. അതുപോലെ ഇങ്ങറ്റമാണ് നമ്മൾ ഷവറിൻ്റെ ഏരിയ ഇട്ടിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ 3-way ഡൈവേർട്ടറാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സൈറ്റിൽ പൈപ്പും ഫിറ്റിങ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പം നമ്മൾ ഈ ചാലെല്ലാം എടുത്ത് അതുപോലെ തന്നെ കോൺക്രീറ്റിനുള്ള ലോഡെല്ലാം നമ്മൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ബാത്റൂം കണ്ടുവരുമ്പോൾ ചെറിയൊരു ബാത്റൂമാണ്. നമുക്ക് കുളിക്കാനൊക്കെ സ്ഥലം കുറവാണ്. ഇവിടെ നമുക്ക് പ്ലാറ്റ്ഫോം ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾക്ക് കൺസീലർ ഫസ്റ്റ് ടാങ്ക് എന്നെ ലെഡ്ജർ വാൾ കെട്ടും. അതുപോലെ നമ്മൾ വാഷ് ബേസിൻ വരുന്ന ഭാഗവും നമ്മൾ വാഷ് ബേസിനും ഈ ഫ്ലഷ് ടാങ്ക് വരുന്നതും നമ്മൾ ഒരുമിച്ചാണ് ലെഡ്ജർ വാൾ കെട്ടുന്നത്. അപ്പോൾ ഏകദേശം ഈ ഒരു അളവിനാണ് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ ബാത്റൂം. ഇതാണ് ഇവിടെ തന്നെ മേസ്തിരിമാർ നേരത്തെ തന്നെ പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട്. നല്ല സ്ലോപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പുറത്തേക്ക് പോകുന്ന ഹോൾസ് നമ്മൾ ഇന്നലെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ താഴത്തെ പോലെയാണ് ഇവിടെയാണ് വാഷ് ബേസിൻ വരുന്നത്. ഇതിൻ്റെ സെൻറ്ററിലാണ് ക്ലോസറ്റ്. അതുപോലെ ഇവിടെയും 3-way ഡൈവേർട്ടറാണ്. ഇപ്പോൾ ഡൈവേർട്ടർ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നതിന് ശേഷം ഈ ചാലൊക്കെ ചെറിയ മാറ്റങ്ങൾ കാണും. കാരണം അതിലൊരു ഹാൻഡ് ഷവറിൻ്റെ പോയിന്റ് ഇവിടെ ഉണ്ട്. നമുക്ക് അടുത്ത ബാത്റൂം നോക്കാം. അപ്പോൾ നമുക്ക് പൈപ്പൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാനും ഇതേപോലെ ബാത്റൂം ഫില്ല് ചെയ്യേണ്ട മെറ്റിലൊക്കെ കൊണ്ട് നമ്മൾ ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മെറ്റിലൊക്കെ നമുക്ക് ബാത്റൂമിനകത്ത് ഫില്ല് ചെയ്യാനാണ് കോൺക്രീറ്റ് ചെയ്യുന്ന മുമ്പ് പൈപ്പൊക്കെ വെച്ചതിന് ശേഷം. ഇനി അടുത്ത് നമുക്ക് പുറത്തുള്ള ലൈൻ ഇറക്കേണ്ട ഹോൾസെല്ലാം അടിക്കാനുണ്ട്. അപ്പോൾ ഈ ബാത്റൂം നമ്മളെ 4ാമത്തെ ബാത്റൂമാണ്. ഇവിടെ നമുക്ക് വരുമ്പോൾ ഈ ഇങ്ങറ്റമാണ് വാഷ് ബേസിന്. അതുപോലെ ഇവിടെയാണ് ഫ്ലഷ് ടാങ്ക് വരുന്നത്. ഇവിടെയും താഴത്തെ പോലെയാണ്. താഴത്തെ പോലെ സെയിം അളവാണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് പ്ലാറ്റ്ഫോം ചെയ്യാൻ പറ്റത്തില്ല, അതിനുള്ള നീളമില്ല. ഇപ്പോൾ ഇവർക്ക് മെയിനായിട്ട് വേണ്ടത് ഷവർ ഏരിയയിൽ നല്ല ചെമ്മരി തട്ടാതെ നിന്ന് കുളിക്കണം. ഇവിടെ നമ്മളൊരു 50 സെൻറ്റിമീറ്റർ നമ്മൾ സെൻറ്റർ ഇട്ടിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ നമ്മളെ ക്ലയൻറ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഷവർ ഏരിയയിൽ നല്ല സ്ഥലം വേണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ പ്ലാറ്റ്ഫോം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ താഴെ പറഞ്ഞ പോലെ ഈ വാഷ് ബേസിന് നമ്മൾ ഈ ഫ്ലഷ് ടാങ്കും ഒറ്റ ലെഡ്ജർ ആൾട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഹെൽത്ത് സെറ്റ് വയ്ക്കുമ്പോൾ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ വാഷ് ബേസിന് ഇവിടെ വരുമ്പോൾ നമുക്ക് കബോർഡ് ചെയ്യാൻ സ്ഥലം കിട്ടത്തില്ല. നമ്മൾ ഹാഫ് പെഡസിൽ ബേസിനാണ് ഇവിടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ തറ നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു മാസത്തേക്ക് മുമ്പേ തന്നെ അവർ പ്ലാസ്റ്റിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ മേസ്തിരിമാർ ഇവിടെയാണ് സ്ലോപ്പ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ സ്ലോപ്പിൽ കൂടെ നമുക്ക് പുറത്തേക്കുള്ള ലൈൻ ഇറക്കാൻ പറ്റത്തില്ല, കാരണം വെളിയിൽ വെന്റിലേഷനാണ്. അതുപോലെ ഈ സൈഡിലാണ് നമുക്ക് പുറത്തുള്ള വാട്ടർ ലൈനെല്ലാം കയറുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭാഗത്താണ് നമ്മൾ ഹോൾസ് എല്ലാം അടിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ 4-ിൻ്റെ ഡോർട്ടി 2-ിൻ്റെ ഡോർട്ടിയിട്ടാണ് ലൈൻ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ ബാത്റൂമിൻ്റെ കുളിക്കുന്ന ട്രാപ്പ് വരുന്നത് ഈ മൂലയ്ക്കാണ്. ഷവറിൻ്റെ അടുത്താണ് ട്രാപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡ്രോപ്പ് വാട്ടർ കൊടുക്കും. അതുപോലെ ഇവിടെ ഈ ബാത്റൂമിൽ നമുക്ക് പാർട്ടീഷൻ കൊടുക്കാൻ പറ്റത്തില്ല, ഒറ്റ പ്ലാറ്റ്ഫോമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് വെളിയിൽ ഹോൾസൊക്കെ അടിക്കാനുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നോക്കാം. അതേപോലെ നമ്മൾ പുറത്തേക്കുള്ള ലൈന് പോകാൻ വേണ്ടി ഹോൾ അടിക്കുകയാണ് ഷെയ്ഡിൽ. ഇത് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമിൻ്റെ ചുമരാണ്. ഇവിടെ നമ്മൾ ഡോർട്ടിയിട്ട് എയർ കയറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അജു മച്ചനാണ് നമ്മളെ ഷെയ്ഡ് പൊട്ടിക്കാൻ പോവുകയാണ്. അത് പൊട്ടിച്ച് ഈ ഷെയ്ഡും പൊട്ടിച്ചിട്ടാണ് നമ്മൾ എയർ മുകളിലോട്ട് കയറ്റുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ താഴത്തെ ബാത്റൂമിൽ ലൈൻ നമ്മൾ പുറത്തു പോകാൻ വേണ്ടി ചാലെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കരിങ്കല്ല് കെട്ടി തന്നെ ബേസ്മെൻറ്റിൽ ഹോൾസ് എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കണക്കിനാണ് നമ്മൾ ചാലെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മച്ചാന്മാരെ, ഈ സൈറ്റിൻ്റെ വർക്കിൻ്റെ വീഡിയോസ് വരും ദിവസങ്ങളിൽ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.